ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നോക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റ് ആർക്കിൻ്റെ എപ്പിസോഡ് 19 ആയിട്ടാണ്. അപ്പോൾ മുന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം നിനക്കതിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പൺ സീൻസ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഡോമേനാണ്. ഡോമ പറയാണ്, നമ്മൾ ഇതിനു മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ മിനോസിക്കെ പറയാണ്, നിങ്ങളെപ്പോലൊരു വൃത്തികെട്ടവൻ്റെ കൈ എൻ്റെ ദേഹത്ത് തുടരുത്. നിങ്ങളെപ്പോലൊരു പുഴുവിനെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. ഇല്ല, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനോസിക്കെ പറയാണ്, ഞാൻ മുമ്പ് പരിചയപ്പെട്ട ആളാണ് ഷിനോബു, അല്ലാതെ നിന്റെ ഈ വൃത്തികെട്ട മുഖമല്ല. ഞാൻ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഷിനോബുവിനോട് ചോദിക്കാൻ വെച്ച ചോദ്യമാണിത്, നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന്. നോ നോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഓർക്കുന്നു ആ മനുഷ്യനായ കാലം. എന്നിട്ട് ഡോമോ അവൻ്റെ തലയിലേക്ക് അവൻ്റെ കൈ കുത്തി ഇറക്കിയിട്ട് എന്നിട്ട് അവൻ്റെ ഓർമ്മകൾ അവൻ എടുക്കുകയാണ് അവൻ്റെ മനസ്സിൽ നിന്ന്. ഇതൊക്കെ കണ്ട് പ്രാന്ത ഇനോസിക്കിനോട് കനാവ് പറയാണ്, ഇനോസിക്ക് കൂളാവ്, അവൻ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്. ഇനോസിക്കെ പറയാണ്, 15 വർഷങ്ങൾ അതെനിക്ക് വളരെ ചെറിയ കാലമാണ്. അവളുടെ ഭർത്താവ് ദിവസവും അവളെ തല്ലുമായിരുന്നു. ഭർത്താവിൻ്റെയും അമ്മയുടെയും ക്രൂരമായ പീഡനങ്ങൾ അവളെ അലട്ടി. അവൾ ഒരു ചെറിയ കുഞ്ഞിനെ ചുമക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ആ സ്ത്രീ സഹായത്തിനായി എൻ്റെ പക്കലെത്തി. ഞാൻ അവളുടെ മുഖം കണ്ടപ്പോൾ അത് വളരെ മോശമായിരുന്നു. വിയർത്തിരുന്നു. അടിയുടെ പാട് വരെ ഉണ്ടായിരുന്നു. അവളുടെ രൂപം പോലും എനിക്ക് മനസ്സിലായില്ല. അവൾക്ക് പോകാനൊരു സ്ഥലമില്ല, ബന്ധുക്കളില്ല. ഞാൻ അവളെ തൊട്ടപ്പോൾ അവളുടെ മുഖം സുന്ദരിയായി മാറി. പക്ഷേ അവളുടെ മനസ്സിലെ മുറിവ് എനിക്ക് ഉണക്കാൻ സാധിച്ചില്ല. ഇതൊക്കെ കേട്ട് ഇനോസിക്കെ ചോദിക്കുകയാണ്, അതെൻ്റെ അമ്മയാണോ? അതെ, അവൾ നിന്റെ അതേ മുഖമായിരുന്നു. പക്ഷേ അവൾ നിന്നേക്കാൾ കൂടുതൽ സുന്ദരിയായിരുന്നു. നീ ഒരു മനുഷ്യനാണ്. നിനക്ക് ജന്മം നൽകിയത് ഒരു മനുഷ്യരാണ്, അല്ലാതെ പന്നികളല്ല. ഇത് കേട്ടത് ഇനോസിക്കെ പറയാണ്, ഞാനല്ല അത്. എനിക്ക് അമ്മയില്ല. എന്നെ വളർത്തിയത് പന്നികളാണ്. എന്നിട്ട് അവൻ്റെ സോഡ് എടുക്കുകയാണ് ഡോമയ്ക്കെതിരെ. എന്നിട്ട് അവൻ പറയാണ്, ബീസ്റ്റ് ബ്രീത്തിങ് സിക്സ്ത് ഫോം യൂസ് ചെയ്തിട്ട് ഡോമേനെ അവൻ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഡോമ അവൻ്റെ ഫാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവനോട് തന്നെ പറയാണ്, എടാ മണ്ട, നീ എന്നോട് അടിയുണ്ടാക്കാതെ ഞാൻ പറയുന്നത് അവസാനം വരെ കേൾക്കുമെന്ന് പറയാണ്. അപ്പം തന്നെ ഇനോസിക്കേൻ്റെ മേലിൽ ഒരു എക്സ് രീതിയിലുള്ള ഒരു മാർക്ക് വരികയാണ്. അതായത് ഇനോസിക്കേൻ്റെ ദേഹത്ത് ഡോമ അവൻ്റെ ഫാൻ യൂസ് ചെയ്തിട്ട് അവൻ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അവൻ്റെ ബ്ലഡ് ഡീമൺ ആർട്ടായിട്ടുള്ള ലോട്ടസ് യൂസ് ചെയ്തിട്ട് ഇനോസിക്കനെ അടിച്ചു തെറിപ്പിക്കുകയാണ്. ആ ഒരു അറ്റാക്കിൽ ഇനോസിക്കെ നേരെ വന്ന് വെള്ളത്തിൽ വീഴുകയാണ്. അപ്പം തന്നെ കനാവ അവന് പ്രൊട്ടക്ഷനായി നിൽക്കുന്നുണ്ട്. ഇനോസിക്കെ, നിങ്ങൾ ദയവ് ചെയ്ത് ശാന്തനാവെന്ന് പറയുകയാണ്. ഡോമ പിന്നെയും പറയാണ്, നിങ്ങളുടെ പക്കൽ സുന്ദരിയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ? എനിക്ക് അവളെ കഴിക്കാൻ പോലും ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് നിന്റെ അമ്മയെക്കുറിച്ചാണ്. അവൾ നല്ല സുന്ദരിയായിരുന്നു. അവൾ സ്മാർട്ടല്ല, പക്ഷെ അവൾ നന്നായി പാട്ട് പാടുമായിരുന്നു. നിങ്ങളുടെ അമ്മ നിങ്ങളെ സ്വയം സംരക്ഷിക്കും. നിങ്ങൾ വലുതാകുന്നതും ശക്തനാകുന്നതും വരെ ഞാൻ നിന്നെ സംരക്ഷിക്കും. നിന്നെ ഞാൻ നന്നായി നോക്കും. എൻ്റെ സ്നേഹം നിനക്കുള്ളതാണ്. നിന്നെ ഞാൻ സംരക്ഷിക്കും, നീ വലുതാകുന്നവരെ. ഇതൊക്കെ ഡോമ അവൻ്റെ മനസ്സിന്ന് അവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇവന് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതോ കാലഘട്ടത്തിലെ ഒരു പാട്ടായിരുന്നു അത്. ആ പാട്ട് വളരെ ക്യൂട്ടായിരുന്നു. അവളുടെ വരികൾക്ക് പോലും വ്യത്യാസമുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ട് ഇനോസിക്ക് കൺഫ്യൂഷൻ ആവുകയാണ്. അത് ഷിനോബു അല്ലേ? അവളല്ലേ അത്? ഇനോസിക്കിൻ്റെ വിചാരം ഇനോസിക്കിൻ്റെ അമ്മ ഷിനോബു എന്നാണ്. അതാണ് ഇങ്ങനെ പറയുന്നത്. അവൾ വളരെ മൂർച്ചയുള്ളവളായിരുന്നു. ഞാൻ അവളെ കഴിക്കില്ല. ഞാൻ മരിക്കുന്നവരെ എൻ്റെ കൂടെ ഉണ്ടാകും. പക്ഷേ ഒരിക്കൽ ഞാൻ കാണാൻ വരുന്നവരെ ഞാൻ ഭക്ഷിക്കുന്നത് എന്ന് അവൾ കണ്ടെത്തി. അവൾ എൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് ഓടി. അങ്ങനെ കുഞ്ഞു ഇനോസിക്കിനെയും കൂട്ടിയിട്ട് ഇനോസിക്കിൻ്റെ അമ്മ ഒരു കാട്ടുകൂടെ ഓടിപ്പോവുകയാണ്. എനിക്ക് തെറ്റുകൾ പറ്റി. ഞാൻ തിരുത്തണമായിരുന്നു അത് ഞാൻ ചെയ്തില്ല. എവിടെയാണ് ഹ്യൂമൻ വില്ലേജ്? എനിക്ക് വഴി തെറ്റി. ഞാൻ ഏത് വഴിയാണ് പോകുന്നത്? നമ്മൾ രണ്ടുപേരും മരിക്കാൻ പോവുകയാണ്. എന്നോട് നീ ക്ഷമിക്കണം. നിന്നെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല. നിന്നെ എനിക്ക് തലോടാൻ പറ്റിയില്ല. എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഇനോസിക്കേൻ്റെ അമ്മ ആ പാറയുടെ മുകളിൽ നിന്ന് അവനെടുത്ത് താഴോട്ടിടുകയാണ്. അതായത് ഡോമ വരുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ട്. അപ്പോഴേക്കും ഇനോസിക്കേൻ്റെ അമ്മേനെ ഡോമ കൊന്നു കളഞ്ഞിരുന്നു. ആ മലയുടെ മുകളിൽ നിന്ന് അവൾ നിന്നെ താഴോട്ടിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൾക്കിനി പോകാൻ ഇടമില്ല. അവൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അവൾക്ക് രക്ഷപ്പെടണമായിരുന്നു. അതിനാൽ ഞാൻ അവളെ കൊന്നു തിന്നു. അവളുടെ എല്ല് പോലും ഞാൻ ഇല്ലാതാക്കി. ഇനോസിക്കെ നേരെ ആ ചെറിയ ഇനോസിക്കെ നേരെ വെള്ളത്തിലേക്ക് വീഴുകയാണ്. പക്ഷേ വെള്ളത്തിൽ വീണ ഇനോസിക്കെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ കേട്ട് ഇനോസിക്കയൊക്കെ ഷോക്കായി പോവാണ്. ഇതാണോ എൻ്റെ അമ്മ? അവരെന്നെ കൊല്ലാൻ നോക്കിയതാണോ? അല്ല, അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കിയത് എന്ന് പറയാണ്. അന്നപ്പോൾ ഡോമ പറയാണ്, അതെ, അവൾ നിന്നെ സംരക്ഷിക്കാനാണ് നോക്കിയത്. അവൾ ഒരു പക്ഷേ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിരുന്നെങ്കിൽ അവർക്ക് വീണ്ടും പീഡനങ്ങൾ താങ്ങേണ്ടി വന്നേനെ. ഞാൻ അവളെ രക്ഷപ്പെടുത്തി. അവളുടെ എല്ല് പോലും ഞാൻ ഇല്ലാതാക്കി. ഇതൊക്കെ കേട്ട് ഇനോസിക്കൊക്കെ പ്രാന്താവുകയാണ്. ഇനോസിക്ക് അവനെ കൊല്ലണമെന്ന് തന്നെ വരികയാണ്. പിന്നെ അവൻ്റെ അമ്മയുടെ ഓർമ്മകൾ അവൻ്റെ മനസ്സിലേ വരികയാണ്. എൻ്റെ നിധിയാണ് നീ, എൻ്റെ വരമാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ താരാട്ട് പാട്ടി ഉറക്കുന്ന അവൻ്റെ അമ്മയുടെ മുഖം. അങ്ങനെ ഇനോസിക്ക് പറയാണ്, ഇനി എൻ്റെ ടേണാണ്. നീ കളിച്ചു കഴിഞ്ഞു. ഇനി ഞാനാണ് കളിക്കാൻ പോകുന്നത്. ഞാൻ നിന്നെ നരകത്തിൻ്റെ മുന്നിലെത്തിക്കും ഡീമൻ എന്ന് പറഞ്ഞ് ഇനോസിക്ക് നിൽക്കുന്നതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ എൻ്റെ ഇരിക്കുകയാണ്.